മക്കള് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ഏറ്റവും അതിമനോഹരമായ ഒരു ചാപ്റ്ററാണ് സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്റർ. ഈ ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചൊരു 3 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. അത് പലപ്പോഴും എല്ലാ പരീക്ഷയിലും, അത് ഫസ്റ്റ് ടൈം ആയിട്ട് സെക്കൻഡ് ടൈം ആയിട്ട് ഇനി ഏറ്റവും അവസാനത്തെ മോഡൽ എക്സാമോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് കാണുന്ന ഒരു കുട്ടി പോലും ഇനി എന്ത് ചെയ്യാൻ പാടില്ല, അത് തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആ വാക്കിച്ചെടുത്തു. അപ്പൊ ഏതാണ് ഇക്വേഷൻ അല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുന്നേ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. എടാ മോനെ, ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പൊ ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ഞാൻ അവിടെ എഴുതിയേക്കുന്നു. V is equal to 2D/T. പേനക്ക് എന്ത് പറ്റി? V is equal to 2D/T. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇവിടെ 2D എന്ന് കണ്ടോ? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2 ഡിസ്റ്റൻസ് ആണ്. സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ 2 ഡിസ്റ്റൻസ്. അപ്പൊ എക്കോവുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം വന്നാൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ V is equal to 2D/T. നമ്മൾ ഇക്വേഷൻ എന്താണ്? V is equal to 2D/T. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിക്കാൻ പോവാണ്. നിങ്ങൾ റെഡി അല്ലേ? ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ V is equal to 2D/T. ഇവിടെ ചിലപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ T താഴത്തല്ലേ, ഹരിക്കണം എന്നുള്ള സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും അല്ലേ? അതായത് ഈ T നേരെ മുകളിലേക്ക് വരും അല്ലേ? അപ്പോൾ D is equal to V into T/2 എന്ന് വരും. അപ്പം അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ പഠിക്കണം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു VT/2. അപ്പം ഇങ്ങനെ ഇന്ത മാതിരി ഒരു ഇക്വേഷൻ ഇറുക്ക്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാം. അപ്പോൾ V is equal to 2D/T, D is equal to VT/2. അപ്പോൾ ഇതെന്തായാലും മനസ്സിലുണ്ടാവണം. ഇതിനെ ബേസ് ചെയ്തിട്ട് 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. നിങ്ങൾ തെറ്റിക്കോ? ഇല്ല. അപ്പം അത് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച്, എപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു തവണ വായിക്കണം. ഓക്കെ, വായിക്കാൻ റെഡിയാണോ? ഞാൻ മസിലൊക്കെ പിടിച്ചിരിക്കുക, പെട്ടെന്ന് വായിച്ചോളൂ. ദാ എന്താണ് ചോദ്യം? ഒരു കദീന വെടി പൊട്ടുന്നത്, അതായത് പടക്കം പൊട്ടാന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു കദീന വെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി എക്കോ 1 സെക്കൻഡിന് ശേഷം പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. ഞാൻ ഇവിടുന്ന് ഠേ പടക്കം പൊട്ടിച്ചു വിചാരിക്കുക, കദീന പൊട്ടിച്ചു, ഠേ എന്ന് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും 1 സെക്കൻഡിന് ശേഷം ഠേ എനിക്ക് കേൾക്കാൻ പറ്റി. എക്കോ അങ്ങനെയാണല്ലോ അല്ലേ? ഹലോ 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 അല്ലേ? JK. അത് ദൂരത്ത് പോയി തട്ടിയിട്ട് തിരിച്ചു കിട്ടും. മൂന്നാറിലൊക്കെ എക്കോ പോയിന്റിൽ അല്ലെങ്കിൽ ടൂറൊക്കെ പോകുന്ന എക്കോ പോയിന്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ആർത്ത് കഴിഞ്ഞാൽ അതേപോലത്തെ സൗണ്ട് ഇങ്ങോട്ട് കിട്ടും. മുന്നാ അറിയുമ്പോൾ അവിടെ നിന്ന് ലൈലാ എന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കൂലേ? അപ്പോൾ ഒരു കദീന വെടി പൊട്ടുന്നു, ഠേറിന് പൊട്ടിയെന്ന് വിചാരിക്കാം അല്ലേ? ഠേറിന് പൊട്ടി. ആ ശബ്ദം ഇങ്ങനെ പോയിട്ട് എവിടെയോ തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. എത്ര സമയം? 1 സെക്കൻഡ് സമയം. അപ്പോൾ ആ ഒരു കദീന വെടി പൊട്ടുന്ന സൗണ്ട് വീണ്ടും അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ പൊട്ടിച്ച ആൾക്ക് തന്നെ കേൾക്കുന്നു 1 സെക്കൻഡിന് ശേഷം. അപ്പോൾ ഒരു കദീന വെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് ആ പ്രതിപതന തലം എത്ര അകലെ ആയിരിക്കും? വായുവിലുള്ള ശബ്ദവേഗം 350 മീറ്റർ/സെക്കൻഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? എക്കോ ആണെന്ന് അറിയാം. ഇത് എക്കോ ഫയർ ക്രാക്കർ അല്ലേ? കദീന അല്ലെങ്കിൽ ഫയർ ക്രാക്കർ, പടക്കം പൊട്ടുന്നു. എന്താണ്? ഈസ് ഹിയർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹൂ ബസ്റ്റ് ഇറ്റ് അല്ലേ? അയാൾ പൊട്ടിച്ചിട്ട് അയാളെന്നെ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദി പേഴ്സൺ ഹിയറിംഗ് ദി എക്കോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ 350 മീറ്റർ/സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിത്രം വെറുതെ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടിയാൽ നിങ്ങളിത് കാണണം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് ടേറിന് കദീന പൊട്ടിച്ചു വിചാരിക്കാം. സൗണ്ട് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്തോ ഒരു വലിയൊരു എന്തോ ഒരു സാധനം ഉണ്ട് വിചാരിക്കുക. അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. അതിന് എത്ര സെക്കൻഡ് എടുത്തു? 1 സെക്കൻഡ്. സ്പീഡ് എത്രയാണ്? 350 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സമയവും കിട്ടി, അതേപോലെ തന്നെ സ്പീഡും കിട്ടി അല്ലേ? അപ്പോൾ ശബ്ദത അങ്ങനെ പോയി ദേ വന്നു. അതുകൊണ്ടാണ് 2D എന്നെടുക്കുന്നത്. സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചും കിട്ടും, അതുകൊണ്ടാണ് 2D. അങ്ങനെയെങ്കിൽ ഈ പൊട്ടിച്ച ആളിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. അതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി. ഏതാണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? V is equal to, സ്പീഡ് എത്രയാണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ്? 350 മീറ്റർ/സെക്കൻഡ്.
ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ d is equal to vt/2 അല്ലേ? v is equal to v into t/2. v എന്ന് പറഞ്ഞാൽ 350 ഇൻറ്റു t എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ബൈ 2. 350/2. 350ൻ്റെ പകുതി എത്ര? 175 മീറ്റർ. അപ്പോൾ നോക്കുക, നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 175 മീറ്റർ. ഈ പ്രോബ്ലം മനസ്സിലായോ? സെറ്റാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ല, ഓക്കെയാണ്, സെറ്റ് മാറുതോ? സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല. ചോദ്യം ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ ഈ ചെയ്തൊന്ന് പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച്? d is equal to vt/2. കാരണം ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞ്, അതുകൊണ്ട് vt/2 നമുക്ക് വേണമെങ്കിൽ എന്താ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇത് എന്നിട്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു v into t/2 ആണ് വീണ്ടും ഒന്നുകൂടി എടുത്ത് എഴുതണം. അതിനേക്കാൾ നല്ലത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതി. v തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്, അപ്പോൾ ഡയറക്റ്റ് ചെയ്തു 175 മീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതേപോലത്തെ മറ്റൊരു ചോദ്യം നമ്മൾ ചെയ്യാൻ പോവാം. വീണ്ടും അടുത്തൊരു ചോദ്യം. എന്താണ്? ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്നും പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് തരംഗം എന്നൊക്കെ പറയുന്നത്. കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.2 സെക്കൻഡ് സമയത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? തിരിച്ച് കപ്പലിലെത്തുന്നുവെങ്കിൽ അങ്ങോട്ടുള്ള അകലം കണ്ടെത്തുക. അപ്പോൾ കടലിലൂടെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരു എന്താണ് ശബ്ദത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1522 മീറ്റർ പെർ സെക്കൻഡായി പരിഗണിക്കുന്നു. ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് എന്താ ഒരു ചിത്രം വരച്ചുതരാം. ഒരു കപ്പൽ, ഇതൊരു കപ്പലാണെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു കപ്പൽ, ഈ കപ്പലിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ പോവാണ്. കപ്പലിൽ നിന്ന് പുകയൊക്കെ ഇങ്ങനെ പോകും. ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്ന് സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഏത്? അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ താഴെ ഭാഗത്ത് അവിടെ ഒരു ഫിഷ്, വലിയൊരു നീലത്തെ മീൻകിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു മീനിൽ ലൈറ്റ് സൗണ്ട് തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളെ ചോദ്യം. എന്താ കണ്ടത്? ആ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൗണ്ട് ഇവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരാൻ എത്ര ടൈം എടുത്തു? 0.2 സെക്കൻഡ്. അതോടൊപ്പം തന്നെ സൗണ്ടിൻ്റെ സ്പീഡ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സ്പീഡ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 1522 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എന്ത് കാണണം? ഈ ഡിസ്റ്റൻസ് ഡി കാണണം. വീണ്ടും അതേപോലത്തെ ഒരു ചോദ്യം, ഡിസ്റ്റൻസ്. ഇത് കപ്പലുമായി ബന്ധപ്പെട്ട് ട്രാൻസ്മിറ്റർ അൾട്രാസോണിക് സൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യില്ല, തെറ്റിക്കൂല. ഇങ്ങനെ സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചു വരുമ്പോൾ അത് എത്ര ഡിസ്റ്റൻസ്, എത്ര അകലത്തിലാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ d is equal to ആ ഇക്വേഷനാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഞാനപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഏതാണ് നമ്മൾ ഇക്വേഷൻ? d is equal to v into t/2. അപ്പോൾ ഒരേ ഇക്വേഷൻ വെച്ച് നമ്മൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം നേരത്തെ എന്ത് ചെയ്തു? പടക്കം പൊട്ടിക്കുന്നു. രണ്ടാമത്തെ കപ്പലുമായി ബന്ധപ്പെട്ട അൾട്രാസോണിക് സൗണ്ട്, അതൊന്നും കേട്ട് പേടിക്കണ്ട. അവിടെ മീഡിയം വെള്ളമാണ്, നേരത്തെ എയർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് പഠിക്കണം. ഓക്കെ, കഷ്ടപ്പെട്ടല്ല, ഇഷ്ടത്തോടെ പഠിക്കണം. അപ്പോൾ v is equal to എന്താണ്? d is equal to vt/2. v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1522 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡാണ്. ഇവിടെ തന്നില്ല, 0.2 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ബൈ 2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 1522 ഇൻറ്റു എന്ത് വരും? 2 എന്ന് വരും. 1522 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ഗുണിച്ചിട്ട് നേരെ 2നെ കൊണ്ട് ഹരിക്കുക. അപ്പോൾ അവിടെ ഹരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താ? 152 എന്ത് വരും? 2. ഇതാ, ജസ്റ്റ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാറിയോ? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ 10നെ കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 10നെ കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 0.2. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1522നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വെട്ടിച്ചെറുതാക്കുക, എന്നിട്ട് 0.2 കൊണ്ട് ഗുണിക്കുക. നിങ്ങൾ ഗുണിക്കാനും ഹരിക്കാനൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞു തന്നു, അത്രയും മീറ്റർ നോർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 2നെ ഇതിനെ ഇവിടുന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്യുക. 2ൽ 2 പ്രാവശ്യം, 15ൽ 7 പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്യുന്നു?
അല്ലേ? 27 14, ബാക്കി 1 12, 6, അങ്ങനെ ഗുണിച്ച് അവസാനം 0.2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗുണിക്കലും ഹരിക്കലൊക്കെ നിങ്ങൾ ഇഷ്ടമല്ല പോലെ നിങ്ങൾ ചെയ്തോളി. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രോബ്ലം. ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലം ഇതേപോലെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ഇനി നോക്കിക്കോട്ടോ. ഇതേപോലത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് മറ്റൊരു പ്രോബ്ലം. അതുകൊണ്ടാണ് പല കുട്ടികൾക്ക് ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത്. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ, ജലത്തിൻ്റെ നേരത്തെ വായുവിലായിരുന്നു, ഇനി വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് പ്രതിധ്വനി എക്കോ കേൾക്കണമെങ്കിൽ സ്രോതസ്സും, അതായത് ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും, അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സർഫസും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? അതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ ജലത്തിലെ ശബ്ദവേഗം എന്ന് പറഞ്ഞാൽ 1480 മീറ്റർ പെർ സെക്കൻഡായി പരിഗണിക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതൊന്നും കാണാതെ പഠിക്കണ്ട. അപ്പോൾ എന്താ, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ എക്കോ കേൾക്കാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇവിടെ നിങ്ങൾക്ക് വി തന്നിട്ടുണ്ട് എത്ര? 1480 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഡിസ്റ്റൻസ് കാണും? ടും 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 എങ്ങനെ ഡിസ്റ്റൻസ് കാണും? ഈ എഴുതിയത് കണ്ടില്ലേ? എങ്ങനെ നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? അതാണ് എൻ്റെ ചോദ്യം. നോക്കുക, ജലത്തിനുള്ളിൽ ഒരു പ്രതിധ്വനി എക്കോ കേൾക്കണമെന്നുണ്ടെങ്കിൽ സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചും കിട്ടേണ്ടി വരണം. അപ്പോൾ ആ മിനിമം ഡിസ്റ്റൻസ് എത്ര? അതാണ് നമ്മളെ ചോദ്യം. പക്ഷെ നമുക്ക് ആകെ തന്ന എന്ത് മാത്രമേ ഉള്ളൂ? വെലോസിറ്റി, സ്പീഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, 1480 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയൊക്കെ ഡിസ്റ്റൻസ് എങ്ങനെ കാണും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ ചെവിയുടെ അകത്ത് സൗണ്ട് എത്രയോ ടൈം എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. അത് നിങ്ങൾക്ക് അറിയണം. നമ്മളെ ചെവിനകത്ത് ഒരു സൗണ്ട് ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കാരണം ഓരോ ശബ്ദവും നിങ്ങൾ ചെവിനകത്ത് കുറച്ച് സമയം തങ്ങി നിൽക്കുന്നുണ്ട്. ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ആ ടൈം എന്ന് പറഞ്ഞാൽ T = 1/10 സെക്കൻഡാണ്, അതായത് 0.1 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ ടൈം ഓൾറെഡി നിങ്ങളെ മനസ്സിലുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാം. എന്താണ്? V = 2D/T. അതിൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് V × T/2 എന്ന് എഴുതി. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 1480 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ്/2 എന്നാണ്. 1480-നെ 0.1 സെക്കൻഡ് ഗുണിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 148 എന്ന് വരും, /2 എന്ന് വരും. 148/8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 74 മീറ്റർ. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതിധ്വനി കേൾക്കണം, എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര ഡിസ്റ്റൻസ് വേണം? 74 മീറ്റർ വേണം എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെയും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ച് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ പകുതി എടുക്കാൻ പറ്റും. അങ്ങനെ അതിനേക്കാൾ ഏറ്റവും സിമ്പിളി ഈ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലങ്ങൾ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോബ്ലങ്ങളാണ് മക്കളെ. ഈ 3 പ്രോബ്ലങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഇതൊരൊറ്റ തവണ കണ്ടിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റേഴ്സിനകത്ത് വരുന്ന പ്രോബ്ലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരൊറ്റ തവണ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ നിർബന്ധമായിട്ട് പറയുന്നു, V = 2D/T എന്നുള്ള ഇക്വേഷൻ എക്കോ, പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ്. സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ ഈ പ്രോബ്ലം ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഡിസ്റ്റൻസ് മാത്രം കാണാൻ, അല്ലെങ്കിൽ സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നില്ല, അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്കോ എന്ന് പറയുമ്പോൾ കേട്ട സൗണ്ട് വീണ്ടും കേൾക്കുക, അപ്പോൾ തട്ടി തിരിച്ചിങ്ങോട്ട്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം വന്നാൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലങ്ങൾ ചെയ്തു പഠിക്കണം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മൂന്നാമതൊരു ടൈപ്പിൽ നമുക്ക് ടൈം തരൂല. അപ്പോൾ സൗണ്ട് നമ്മൾ ചെവി തങ്ങി നിൽക്കുന്ന ടൈം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും 3 പ്രോബ്ലങ്ങളും നിർബന്ധമായിട്ട് പഠിക്കണം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഒരുപാട് ഇക്വേഷൻ ഉണ്ട് അല്ലേ? T = T/N അല്ലേ? F = 1/T, അങ്ങനെയൊക്കെ ഇക്വേഷൻ. V = F λ, ഈ ഇക്വേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? V = 2D/T, എക്കോവുമായി ബന്ധപ്പെട്ട്, പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ പ്രോബ്ലം വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല, ശരിയാക്കണം. ഓരോ പരീക്ഷകളും നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? എക്സാം എഴുതണം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇനി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു 4 പാർട്ടായിട്ട്
നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റിനെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററാണ്, പ്രോബ്ലങ്ങൾ വരുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. എല്ലാവരും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേടാ.